Hi guys, welcome back to my channel. നിങ്ങളെല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചോദിച്ച ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് കാര്യം മനസ്സിലായി കാണും. അത് തന്നെ ഗൈസ് നമ്മുടെ കൈകളെ എങ്ങനെ ഈ ഒരു ലെവലാക്കി എടുത്തു എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ ഈ ഒരു യൂട്യൂബിലേക്ക് വരുന്നേക്ക് മുന്നേ എൻ്റെ കൈ ഇത്രയൊന്നും ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നിറമുള്ള കോട്ടിൽ തന്നെയാണ്, പക്ഷേ എൻ്റെ കൈയൊന്നും ഇത്ര നിറം ഉണ്ടായിരുന്നില്ല, ഭംഗി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ രണ്ട് ടിപ്സ് ഞാൻ എൻ്റെ കൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ആദ്യം ഞാൻ എൻ്റെ കൈമേലെ കൈമേലെ പരീക്ഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എൻ്റെ കൈകൾ എനിക്കിതുപോലെ ഭംഗിയിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ മെയിൻ എനിക്ക് രണ്ട് ഹോം റെമഡി ചെയ്തിട്ടാണ് എൻ്റെ കൈ എനിക്കിതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു റെമഡി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരു പഴയ വീഡിയോ ആണ്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടിപ്പിലേക്ക് കടക്കണേക്ക് മുന്നേ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്പോൺസേഡ് വീഡിയോ വന്നിട്ടുണ്ട്, എങ്ങനെ ചെയ്താൽ കൊള്ളാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയാണ് തന്നത് കേട്ടോ. ചെയ്ത് നോക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു റെമഡിയിലോട്ട് കടക്കാം. ഫെമികൂൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയുർവേദിക് സാനിറ്ററി നാപ്കിനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് വളരെ ഇഷ്ടമായി, അതുപോലെ നല്ല കംഫർട്ടബിളായി. അതിൻ്റെ പേരിലാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ്. നല്ലൊരു ആയുർവേദിക് ഹെർബ്സിൻ്റെ സ്മെല്ലായിരുന്നു അതിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൂളിംഗ് എഫക്റ്റ് കേട്ടോ, അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു പാഡ് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നല്ലൊരു ഹെർബ്സിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പാഡെന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവർ അതിനകത്ത് ചേർത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റുകൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇവർ ചേർത്തിരിക്കുന്ന എല്ലാ എക്സ്ട്രാക്റ്റും തന്നെ ആയുർവേദിക് മെഡിസിൻ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്റ്റാണ് കേട്ടോ. എനിക്കത് നല്ലതായിട്ട് തോന്നി, നല്ല പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കോട്ടൻ്റെ പഞ്ഞിയാണ് കേട്ടോ. ഒരിക്കലും ഇതിനകത്ത് അവർ സൂപ്പർ അബ്സോർബർ പോളിമർ എന്ന് പറയുന്ന നമ്മുടെ സോഡിയം പോളി അക്രലൈറ്റ്, ഞാനിങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല അല്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജെല്ല് കേട്ടോ, നമ്മുടെ ആ ഒരു ജെൽ പൗഡർ, അത് ഇവരിതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് തൃശ്ശൂരിലാണ് കേട്ടോ, നമ്മുടെ തൃശ്ശൂർ കടികളാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ നമുക്കിത് അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇതിനകത്ത് ആ ഒരു ജെൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടില്ല കേട്ടോ. അത് കാണാതെ തന്നെ വളരെ സന്തോഷമായി. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിനകത്ത് ജെല്ല് അടങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഫുൾ ആ ഒരു കോട്ടൻ്റെ പഞ്ഞിയാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള പാഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഇത് നല്ലതാണെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു പാഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ലാർജാണ് കേട്ടോ. മറ്റുള്ള പാഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പാഡ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലീക്കേജിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്കിത് രാത്രി കാലങ്ങളിലും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു അടിപൊളി പാഡ് തന്നെ വേണമെന്ന് പറയാനായിട്ട്. ഈ ഒരു പാക്കിനകത്ത് നമുക്ക് 6 പാഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിത് ഓൺലൈൻ വഴി മേടിക്കാം, അതല്ല നമുക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഈ ഒരു പാഡിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഫുൾ ആ ഒരു കോട്ടൻ്റെ പഞ്ഞി തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ജെൽ പൗഡറിൻ്റെ കണ്ടൻറ്റും തന്നെ അതിനകത്ത് അടങ്ങിയിട്ടില്ല. ഈ ഒരു ജെൽ പൗഡർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളങ്ങനെ ജെൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള പാഡ്സൊക്കെ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പാഡ്സ് മേടിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ജെൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജെല്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാഡ് ഉപയോഗിക്കാതെ ഇതുപോലത്തെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള പാഡ്സൊക്കെ വാങ്ങി ഉപയോഗിക്കുക. ഇനി നമുക്ക് നമ്മുടെ റെമഡിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. പിന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗോതമ്പിൻ്റെ പൊടി. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഉണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലവണ്ണം കഴുകി തോല് റിമൂവ് ആക്കിയതിന് ശേഷം മിക്സി ബൗളിനകത്ത് ഇട്ട് ഞാൻ അടിച്ച് പേസ്റ്റാക്കി ഒരു അരിപ്പൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനി വേണ്ടത് ഈ ഒരു ഗോതമ്പ് പൊടിയും അരിപ്പൊടിക്കകത്തേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തൈര് 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും 2 ടീസ്പൂണാണ്, അരിപ്പൊടിയും 2 ടീസ്പൂണാണ്, എല്ലാം ഈ 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് വീണ്ടും അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും പുതിയത് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ട കെട്ടാതെ അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് മിക്സാക്കുന്ന സമയത്ത് കട്ടിയാവുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു കൂട്ട് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു പാക്ക് കയ്യിൽ മാത്രമല്ല ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 1 ടീസ്പൂൺ മതി കേട്ടോ, ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. ഞാനിതിപ്പോൾ കയ്യിലായതിൻ്റെ പേരിൽ അരമുറി നാരങ്ങ നീര് ഞാൻ ഫുള്ളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒട്ടും തന്നെ നിർബന്ധമില്ല. വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞില്ല, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനൊക്കെ മുന്നായിട്ട് നമ്മുടെ കൈ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഒട്ടും തന്നെ നിർബന്ധമില്ല, ചേർത്ത് കൊടുത്ത് നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സാക്കി വെക്കുക. പിന്നെ വേണ്ടത് നാരങ്ങയുടെ ആ ഒരു തോല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു തോടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാനൊക്കെ മുന്നേ കൈ ഒന്ന് നമുക്കൊന്ന് നനച്ച് കൊടുക്കണം, എന്നിട്ട് വേണം ഈ ഒരു സ്ക്രബ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മളൊരു അല്പം തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ഈ ഒരു മഞ്ഞൾപ്പൊടിയും തേനൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെറും പഞ്ചസാര മാത്രം മതിയാകും. എന്നിട്ട് നമ്മൾ ഈ ഒരു നാരങ്ങയുടെ തോല് ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കട്ടെ. ഈ ഒരു കൂട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ നനഞ്ഞ ആ കൈനകത്തോട്ടേക്ക് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം സ്ക്രബ് ചെയ്താൽ മതി, അതിൽ കൂടുതലും ആരും പോകണ്ട. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അങ്ങ് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതങ്ങ് തുടച്ച് കളയാം, അല്ലെങ്കിൽ കഴുകി കളയാവുന്നതാണ്. ഓക്കെ, ഈ രീതിക്ക് വേണം ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്ക് ഇടുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കൈകളിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ പാടും പിഗ്മെൻറ്റേഷൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നല്ല ഹെൽപ്പാക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്കിത് ഫേസിൽ ഉപയോഗിക്കാം. ഫേസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത് ഒരൊറ്റ തവണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പാക്ക് നമുക്കൊരു 3 തവണയൊക്കെ ഉപയോഗിക്കാം. അതിപ്പോൾ ആഴ്ചയിൽ അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് ഉപയോഗിക്കാം, തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 ഇടവിട്ട ദിവസങ്ങൾ ഉപയോഗിച്ചാലും മതി കേട്ടോ. പക്ഷേ സ്ക്രബ് എന്ന് പറയുന്നത് ഒരൊറ്റ തവണ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇനി നമുക്ക് കൈകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി സ്ക്രബ് ചെയ്യാം കേട്ടോ. ഡെയിലി സ്ക്രബ് ചെയ്യാം, ഡെയിലി പാക്ക് ഇടാം, കൈകളിലാണെങ്കിൽ കുഴപ്പമില്ല. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഗൈസ് ഞാനിവിടെ 2 കൈയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് മാത്രം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിത് അങ്ങ് തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 കൈയിലും നല്ലവണ്ണം അപ്ലൈ ചെയ്ത് ഡ്രൈ ആവാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലിട്ട ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി കളയാം കേട്ടോ. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ട് കഴുകി കളയാം. അപ്പോൾ കഴുകി കളയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിപ്പോൾ കൈകളിലായാലും ശരി, നമ്മുടെ ഫേസിലായാലും ശരി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.